നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇപ്പോൾ ലോകത്തിന് അമ്പരപ്പുളവാക്കുന്നത്. കുടിയേറ്റവും സാമ്പത്തിക പ്രശ്നങ്ങളുമായിരുന്നു ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയം. ഒപ്പം AfD എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വച്ച ഇസ്ലാം വിരുദ്ധതയും. ഏറെ വെല്ലുവിളികൾക്കിടയിലാണ് പുതിയ ജർമ്മൻ സർക്കാർ അധികാരമേൽക്കുന്നത്. ഇതുവരെ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ലാത്ത ഫ്രെഡറിക് മേഴ്സാണ് ജർമ്മനിയുടെ പുതിയ ചാൻസലർ. തെരഞ്ഞെടുപ്പിൽ 28.5% വോട്ടുകളാണ് മേഴ്സിന്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ സഖ്യം നേടിയത്. സഖ്യത്തിന് ലഭിച്ചത് 630 സീറ്റുകളിൽ വെറും 208 സീറ്റുകൾ. കേവല ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടി വേണം. ഇവിടെയാണ് ജർമ്മൻ രാഷ്ട്രീയത്തിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് ഇക്കുറി ലഭിച്ചത് 20.7% വോട്ടുകൾ. നവംബറിൽ വിശ്വാസ വോട്ടെടുപ്പിൽ മുൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ജർമ്മൻ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങിയത്. ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന AfD രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇക്കുറി മിന്നൽ വളർച്ചയാണ് ജർമ്മനിയുടെ ജനം കൊടുത്തത്. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ അധികാരം പിടിച്ചത് കൺസർവേറ്റീവുകൾ. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfDക്ക് ട്രംപിന്റെ പരിപൂർണ പിന്തുണ ലഭിച്ചിരുന്നു. കോടീശ്വരനായ ഇലോൺ മസ്കാണ് AfDക്ക് പൂർണ്ണ പിന്തുണയുമായി ജർമ്മനിയിൽ നിറഞ്ഞത്. അവർ 152 സീറ്റുമായി ഇപ്പോൾ രണ്ടാമതെത്തി. കുടിയേറ്റ വിരുദ്ധ ഇസ്ലാം വിരുദ്ധ പാർട്ടിയാണ് AfD. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ നേട്ടമുണ്ടാക്കുന്നത് ഇതാദ്യം. പാർട്ടി രൂപീകരിച്ച് 12 വർഷങ്ങൾക്കുള്ളിൽ ജർമ്മൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് AfD എന്ന രാഷ്ട്രീയ പാർട്ടി. ഇതുവരെ AfD എന്ന രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു മറ്റ് രാഷ്ട്രീയ കക്ഷികൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ AfD ഇത്ര വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല. എങ്കിലും ഇലോൺ മസ്കും അമേരിക്കൻ വൈസ് പ്രസിഡന്റുമൊക്കെ പൂർണ്ണ പിന്തുണ AfD എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നൽകി. കുടിയേറ്റ വിരുദ്ധ നയം തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത്. ഒപ്പം ഇസ്ലാം വിരുദ്ധത അവരുടെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയമായി. ജർമ്മനിയിലേക്ക് അനധികൃതമായ കുടിയേറ്റങ്ങൾ പെരുകുന്നു, കുടിയേറ്റക്കാർ വലിയ തോതിൽ ഭീകരതയിലേക്ക് മാറുന്നുവെന്ന AfDയുടെ പ്രചരണം ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച. നിലവിലെ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 120 സീറ്റുമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സോഷ്യൽ ഡെമോക്രാറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. തീവ്ര ഇടതു പാർട്ടിയായ ഡി ലിങ്കെ വെറും 64 സീറ്റിലേക്ക് കൂപ്പുകുത്തി. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ വളർച്ചയാണ് ഇനി യൂറോപ്പിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ പോകുന്നത് എന്ന് ട്രംപ് പ്രവചിച്ചു. ഈസ്റ്ററോടെ പുതിയ സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മെഴ്സ് പറഞ്ഞു. ജർമ്മനിയുടെ സാമ്പത്തിക സ്തംഭനാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണും. കർക്കശമായ കുടിയേറ്റ നയങ്ങൾ സ്വീകരിക്കും. ശക്തമായ വാഗ്ദാനങ്ങളാണ് ജർമ്മനിയുടെ മുന്നിൽ മേഴ്സ് നിരത്തുന്നത്. 3 വർഷത്തെ ഷോൾസ് ഭരണത്തിനു കീഴിൽ രാജ്യം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. ഭരണവിരുദ്ധ വികാരമാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിൽ എന്ന് മേഴ്സ് പറഞ്ഞു. ഏതാനും വർഷങ്ങളായി രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റ പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി യൂറോപ്പും അമേരിക്കയും തമ്മിൽ കൊമ്പുകോർക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പുതിയ കൺസർവേറ്റീവുകൾ ജർമ്മനിയുടെ ഭരണ സാരഥ്യത്തിലെത്തുന്നത്. ഒപ്പം അമേരിക്കൻ പിന്തുണയുള്ള AfD 2-ാം സ്ഥാനത്തെത്തുന്നു. അമേരിക്കയും കാനഡയും 30 യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന സൈനിക സഖ്യമായ നാറ്റോയിൽ പ്രധാന പങ്കാളിയാണ് ജർമ്മനി. US കഴിഞ്ഞാൽ യുക്രൈൻ ഏറ്റവുമധികം സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യവും. പലവട്ടം വിവാദ പ്രസ്താവനകൾ നടത്തുകയും 2009 രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തയാളാണ് ഫ്രെഡറിക് മേഴ്സ്. ജർമ്മനിയിലേക്കുള്ള അനധികൃത കുടിയേറ്റം മുഖ്യ വിഷയമാക്കിയാണ് മേഴ്സ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നികുതി പരിഷ്കരണം, കുടിയേറ്റ നിയമങ്ങൾ, പ്രതിരോധ മേഖലയിലെ ചെലവ് തുടങ്ങി നിരവധി വിഷയങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി. കടുത്ത നിലപാടുകൾ അതാണ് ഫ്രെഡറിക്കിനെ എന്നും വ്യത്യസ്തനാക്കുന്നത്. 1990 ഗർഭചിത്ര നിരോധന നിയമം ഉദാരമാക്കുന്നതിനെ അദ്ദേഹം എതിർത്തു. 1997 മാരിറ്റൽ റേപ്പ് ക്രിമിനൽ കുറ്റമാക്കുന്നതിനെ എതിർത്ത് വോട്ട് ചെയ്തു. ആണവോർജ്ജ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം സാമ്പത്തിക നയങ്ങൾ സുതാര്യമാകണമെന്ന് ഭരണകൂടത്തോട് പറഞ്ഞു. 25 വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയുടെ കുടിയേറ്റ നയങ്ങളെ വിമർശിച്ച ശക്തനായ നേതാവ്.
വിദേശികളുമായുള്ള പ്രശ്നങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ദീർഘദർശി. കുടിയേറ്റക്കാർ ജർമ്മനിയുടെ അഖണ്ഡത തകർക്കുകയാണെന്നും ഇത്തരക്കാരെ രാജ്യത്ത് നിന്ന് പുറത്തയക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മറ്റു മതക്കാരെ ഉന്നം വെച്ചുള്ള പരാമർശങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടു. നേരത്തെ US-ഉമായി അടുത്ത രാഷ്ട്രീയ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് മേഴ്സ്. 100-ലധികം തവണയാണ് അദ്ദേഹം US സന്ദർശിച്ചത്. എന്നാൽ ട്രംപ് ഭരണകൂടം എത്തിയതോടെ US-ന്റെ പിന്തുണ തനിക്കുണ്ടാകുമോ എന്ന സന്ദേഹം അദ്ദേഹത്തിലുണ്ടായി. AFD എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് US ശക്തമായ പിന്തുണ നൽകിയത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. തുടർന്നാണ് അദ്ദേഹം സ്വന്തം രാജ്യത്തോട് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ആണവ പ്രതിരോധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായി നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂറോപ്പിന്റെ നിയന്ത്രണം ജർമ്മനി ഏറ്റെടുക്കണമെന്നും മേഴ്സ് അഭിപ്രായപ്പെട്ടു. ചുരുക്കത്തിൽ അമേരിക്കയുടെ കൈകളിൽ നിന്ന് യൂറോപ്പിന്റെ സാരഥ്യം ഏറ്റെടുക്കുകയാണ് മേഴ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. 1955 നവംബർ 11 അദ്ദേഹം ജനിച്ചത്. 72 മുതൽ CDUവിന്റെ ഭാഗം. 89 യൂറോപ്യൻ പാർലമെന്റിലെത്തി. 2000 CDUവിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി. രാഷ്ട്രീയത്തിൽ കരുത്തിലേക്ക്. 2009 രാഷ്ട്രീയം ഉപേക്ഷിച്ച മേഴ്സ് കോർപ്പറേറ്റ് അഭിഭാഷകനായി. എങ്കിലും ഇപ്പോഴിതാ സജീവ രാഷ്ട്രീയത്തിലേക്ക് ജർമ്മനിയുടെ ചാൻസലർ സ്ഥാനത്ത് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തെ 2ാം സ്ഥാനത്തേക്ക് തള്ളി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് നേതാവ് ഫ്രെഡറിക് മേഴ്സ് ചാൻസലർ സ്ഥാനത്തെത്തുമെങ്കിലും അദ്ദേഹത്തിന് AFDയുടെ പിന്തുണ കൂടിയേ തീരൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ചുരുക്കത്തിൽ പൂർണ്ണമായും തീവ്ര വലതുപക്ഷ നിലപാടുകളിലേക്ക് ജർമ്മനിയും മാറുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ലോകക്രമത്തിൽ ഇനി യൂറോപ്യൻ നിലപാട് എന്തായിരിക്കുമെന്ന് ജർമ്മനി നിശ്ചയിക്കും. അതിനുവേണ്ട കരുത്താണ് ഇപ്പോൾ പുതിയ ചാൻസലർ പ്രകടിപ്പിക്കുന്നത്. ബിസിനസ്സുകാരനായ മേഴ്സിനെ ട്രംപ് മുൻ ചാൻസലർ ഓഫ് ഷോൾസിനേക്കാൾ മികച്ചതായി കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ മേഴ്സ് ട്രംപിനെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തി. അമേരിക്കയിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടാനാവും വിധം യൂറോപ്പിനെ ശക്തിപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കഴിഞ്ഞ ദശകങ്ങളായി ലോകത്തെ പല രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശക്തിയാർജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജർമ്മനി ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാകുന്നു. ഈ പാർട്ടികൾ ദേശീയത, യാഥാസ്ഥിതികത്വം എന്നീ ആശയങ്ങൾ മുൻനിർത്തി പ്രവർത്തനങ്ങൾ തുടരുന്നു. വലതുപക്ഷ പാർട്ടികളുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം വർദ്ധിച്ചുവരുന്ന വിദേശ കുടിയേറ്റം തന്നെ. പല രാജ്യങ്ങളിലെയും സ്വദേശീയർ കുടിയേറ്റക്കാർ തങ്ങളുടെ സംസ്കാരം, പാരമ്പര്യം എന്നിവയ്ക്ക് ഭീഷണിയാകുമെന്ന ഭയം പ്രകടിപ്പിക്കുന്നു. കുടിയേറ്റം സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ തന്നെയാണ് ഇത്തരം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയ്ക്ക് പിന്നിലും. പല പൗരന്മാരും വിശ്വസിക്കുന്നത് കുടിയേറ്റക്കാർ പ്രാദേശിക ജോലികൾ അപഹരിക്കുകയും പൊതുസേവനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുവെന്ന്. സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധി നേരിടുമ്പോൾ ഈ ആശങ്കകൾ കൂടുതൽ ശക്തിപ്പെടും. അതാണിപ്പോൾ ജർമ്മനിയിൽ സംഭവിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങളും തദ്ദേശീയരിൽ ഭയം സൃഷ്ടിക്കുന്നു. ഭീകരാക്രമണം, കുറ്റകൃത്യം തുടങ്ങിയ സംഭവങ്ങൾ വലതുപക്ഷ പാർട്ടികൾക്ക് തങ്ങളുടെ വാദങ്ങൾക്ക് ബലം നൽകാൻ ഉപയോഗപ്പെടുത്താം. കുടിയേറ്റങ്ങൾ മൂലം ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വം ദുർബലപ്പെടുന്നു എന്ന വാദഗതിയാണ് ഇത്തരം തീവ്ര വലതുപക്ഷ കക്ഷികൾ ഉയർത്തുന്നത്. അവിടെയാണ് AFD എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ജർമ്മനിയിൽ നടത്തിയ മുന്നേറ്റം നമ്മൾ തിരിച്ചറിയേണ്ടത്. കൺസർവേറ്റീവുകളുടെ വിജയത്തിന് പിന്നിലും ഇത്തരം മുദ്രാവാക്യങ്ങൾ തന്നെ. ട്രംപ് ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന ആ ആശയവും സന്ദേശവും ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ നിരവധി തീവ്ര വലതുപക്ഷ കക്ഷികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തിപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ബ്രിട്ടനും സമാനമായ പാതയിലേക്ക്. വലതുപക്ഷ പാർട്ടികൾ പലപ്പോഴും ഒറ്റ ദേശീയ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മൾട്ടി കൾച്ചറലിസത്തോട് അവർക്ക് സഹിഷ്ണുതയില്ല. കുടിയേറ്റക്കാർക്കിടയിൽ പടർന്നു കയറിയ ഭീകര പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തരം വികാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അലയടിക്കാനുള്ള കാരണവും. ഒപ്പം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ പല രാഷ്ട്രീയ കക്ഷികളും നേതാക്കളുമൊക്കെ ഏറ്റെടുക്കുന്ന കാഴ്ച. ജർമ്മനി വലതുപക്ഷത്തിന്റെ വഴിയെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.